ഇന്നത്തെ ഈ പരിപാടി, ആ വിഷയമാണ് ഇന്നത്തെ പരിപാടിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. സ്ത്രീകളും തൊഴിലിടവും എന്നുള്ള നിലയിൽ, തൊഴിലിടങ്ങളിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ എന്നുള്ള നിലയിൽ നമുക്ക് എങ്ങനെയും അതിനെ മാറ്റിയും മറിച്ചും പറയാം. അല്ലെങ്കിൽ സ്ത്രീ സമൂഹത്തിൻ്റെ ആകെ പ്രശ്നങ്ങൾ അത് തൊഴിൽ രംഗത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. തൊഴിലെടുക്കുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള സ്ത്രീകൾക്കെല്ലാം സ്ത്രീയാണെന്നുള്ളത് കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്. എന്നാൽ പുരുഷനാണ് എന്നുള്ളത് കൊണ്ട് പുരുഷന്മാർക്ക് അങ്ങനെ പ്രത്യേക പ്രശ്നങ്ങളൊട്ടില്ല താനും. പുരുഷനായിപ്പോയി എന്നുള്ളത് കൊണ്ട് പുരുഷന്മാർക്ക് പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് സമൂഹത്തിൽ നമ്മൾ അറിഞ്ഞിട്ടില്ല. പൊതുവേ തന്നെ സമൂഹത്തിൽ, അത് ഇന്ത്യൻ സമൂഹത്തിൽ മാത്രമല്ല ലോകത്തെമ്പാടും ചൂഷണത്തിൽ അധിഷ്ഠിതമായ വ്യവസ്ഥ നിലനിൽക്കുന്ന എല്ലാ രാജ്യങ്ങളിലും സ്ത്രീകൾ അനുഭവിക്കാൻ വേണ്ടി വരുന്നത് വിവേചനമാണ്. വിവേചനം ഉയർന്നു വരുന്നത് തുല്യതയില്ലായ്മയിൽ നിന്നാണ്. സമത്വം വേണമെന്ന് ഉദ്ഘോഷിക്കപ്പെടുന്നുണ്ടെങ്കിലും ആ സമത്വം, പലതരത്തിലുള്ള അസമത്വമുണ്ട്. അതിലേറ്റവും നമ്മളിവിടെ ഊന്നി പറയാൻ ഉദ്ദേശിക്കുന്ന അസമത്വം ലിംഗ അസമത്വമാണ്. ലിംഗപരമായിട്ടുള്ള അസമത്വം നമ്മുടെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഏറ്റക്കുറച്ചിലൂടെ നിലനിൽക്കുന്നു. ഒരുപക്ഷെ ഏറ്റവും കുറവ് സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളിലായിരിക്കും. ചൈന, ക്യൂബ, കൊറിയ പോലുള്ള രാഷ്ട്രങ്ങളിൽ സാമാന്യം തീരെ ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും സാമാന്യം അവിടെ സ്ത്രീയും പുരുഷനും തുല്യരായിട്ട് എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുകയാണ്. സ്ത്രീകളാണ് എന്നുള്ളത് കൊണ്ട് മാത്രം വിവേചനവും ചൂഷണവും അതിക്രമവും എല്ലാം അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്നാണ് സ്ത്രീകളുടെ സംരക്ഷണത്തിനായിട്ട് ഒട്ടേറെ നിയമങ്ങൾ ഓരോ രാജ്യത്തും പാസ്സാക്കുന്നത് പാർലമെൻറ്റ്. അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ഇന്ത്യയിൽ പുരുഷന്മാർക്ക് പ്രത്യേക നിയമമുണ്ടോ? ഇല്ലല്ലോ. ജനറലായിട്ടുള്ള നിയമങ്ങളെ അവർക്ക് ബാധകമുള്ളൂ. പക്ഷെ സ്ത്രീകൾക്ക് ഒട്ടനവധി നിയമങ്ങൾ സ്വാതന്ത്ര്യത്തിന് മുൻപും സ്വാതന്ത്ര്യത്തിന് ശേഷവും സ്ത്രീകൾക്ക് അവരുടെ സംരക്ഷണം എന്നുള്ള പേരിൽ ഇഷ്ടം പോലെ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊരു ചോദ്യം, ഈ നിയമങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മുടെ രാജ്യത്ത് അത് നടപ്പിലാകണം. ചില നിയമങ്ങളെല്ലാം പാസ്സാക്കിയതിന് പിറ്റേ ദിവസം എൻഫോഴ്സ് ചെയ്യും. പക്ഷെ ചില നിയമങ്ങൾ, പ്രത്യേകിച്ച് അത് സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണെങ്കിൽ, സ്ത്രീകളുടെ വിവേചനം അവസാനിപ്പിക്കാനുള്ള നിയമമാണെങ്കിൽ അത് എൻഫോഴ്സ് ചെയ്യപ്പെടുന്നില്ല. അതങ്ങനെ കിടക്കും. അല്ലെങ്കിൽ നിയമം ആക്ട് ഉണ്ടാക്കിയാലും ചട്ടങ്ങൾ ഉണ്ടാക്കില്ല. ചട്ടങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ അത് ബലത്തിൽ വരാൻ വലിയ വിഷമമാണ്. ഒരുപാട് നിയമങ്ങൾ അങ്ങനെ. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് വളരെ പ്രാധാന്യത്തോടുകൂടി ഇന്ത്യൻ പാർലമെന്റിൽ ലോകസഭയും രാജ്യസഭയും പാസ്സാക്കിയതാണ് 2005 ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്. വീടിനകത്ത് തന്നെ സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങൾ, വിവേചനങ്ങൾ കരുതി വരുത്താൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരു നിയമമാണ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്. കേട്ടായിട്ടൊന്നും കുടുംബത്തിനകത്ത് എന്ത് പീഡനം? അങ്ങനെ കുടുംബത്തിനകത്ത് അങ്ങനെ വല്ല പീഡനവും സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്നുണ്ടോ? പെൺകുട്ടികളുണ്ടല്ലോ ഇവിടെ. നിങ്ങളുടെ അമ്മമാർക്ക് അങ്ങനെ പീഡനമോ വിവേചനമോ അനുഭവിക്കേണ്ടി വരുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് തോന്നലുണ്ടായിട്ടുണ്ടോ? ഡൊമസ്റ്റിക് വയലൻസ് അങ്ങനെ ഒരു ആക്ട് ഉണ്ടാക്കാൻ ഇന്ത്യൻ പാർലമെന്റിലും ചർച്ച ചെയ്ത് രാജ്യസഭയിലും ചർച്ച ചെയ്ത് എന്നിട്ടത് പാസ്സാക്കി ഇന്ത്യക്കകത്താകെ നടപ്പിലാക്കാൻ കഴിയത്തക്ക വിധത്തിൽ എന്തെങ്കിലും അങ്ങനെ ഒരു പീഡനം അനുഭവിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടല്ലേ? ഉണ്ട് എന്നുള്ളപ്പോൾ ഒരു ആൺകുട്ടിയാണ് പറഞ്ഞത് അല്ലേ? ഉണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യം മാത്രമാണ്. ഇപ്പോൾ താരതമ്യേന കേരളത്തിൽ അത് കുറച്ച് കുറഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ നിങ്ങളുടെയൊക്കെ അമ്മയുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മമ്മയുടെ കാലത്ത്, നിങ്ങളുടെ അമ്മമ്മയുടെയോ അമ്മമ്മയുടെ അപ്പുറത്തുള്ള പൂർവികരുടെ കാലത്ത് സ്ത്രീയെ, അത് അമ്മയാണെങ്കിലും മകന് അടിക്കാം. ഭർത്താവിന് മാത്രമല്ല പുരുഷനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ചെയ്താൽ അമ്മയെ അടിക്കുകയും തൊഴിക്കുകയും ചെയ്യുന്ന മക്കളുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ആൺമക്കള് അത് ഒരു അവകാശമാണ്. കാരണം ആണധികാരമാണ്.
പിന്നെ ഭർത്താവിനെ അടിക്കുന്ന കാര്യത്തെ പറ്റി ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഭർത്താവ് ഒരു സ്ത്രീയെ എന്ത് ചെയ്താലും അത് ചോദ്യം ചെയ്യാൻ പാടില്ല, അത് അവർ സഹിച്ചോളണം. അത് പലതരത്തിലും നമ്മുടെ കേരളീയ ഗ്രാമങ്ങളിൽ പോലും, ഗ്രാമങ്ങളിൽ മാത്രമല്ല പട്ടണങ്ങളിൽ പോലും ചിലപ്പോൾ വൈകി വരുന്ന വിവേകം നഷ്ടപ്പെട്ട്, എന്തുകൊണ്ടാണ് വിവേകം നഷ്ടപ്പെടുന്നതെന്ന് ഞാൻ പറയണ്ടല്ലോ. വിവേകം നഷ്ടപ്പെട്ട് വരുന്ന നല്ല സ്നേഹമുള്ള ഭർത്താവായിരിക്കും, വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ടാക്കുന്നൊരു ബഹളവും അവസാനം ഭക്ഷണം വലിച്ചെറിയലും പിന്നെ കിട്ടുന്നത് കൊണ്ട് 4 അടിയും കൊടുത്ത് എന്നിട്ട് എവിടെയെങ്കിലും കിടന്നുറങ്ങുന്ന ശീലമുള്ള എത്രയോ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ സ്ത്രീയുടെ മനസ്സോ ഇഷ്ടംപോലെ പ്രാകലും പിന്നെ വിഷമവും കരഞ്ഞും നിലവിളിച്ചും എല്ലാം കേട്ട്, ഒരു പക്ഷേ ഈ സ്ത്രീയുടെ നിലവിളി കേട്ട്, കുട്ടികളുടെയും നിലവിളി കേട്ട് ഓടി വരുന്ന അയൽപക്കത്തുള്ളവർ, നീ കുറെ കാലമായി ഇങ്ങനെ നിന്റെ ഭാര്യയെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് 2 ഇട്ട് പൊട്ടിച്ചു കൊടുത്താലോ? അപ്പോഴത്തേക്കും ഈ സ്ത്രീയുടെ മനോനില മാറി. ഉടനെ അവർ പറയും, എൻ്റെ ഭർത്താവ് എന്നെ അടിക്കുന്നതിനെ നിങ്ങൾക്ക് എന്താ ചെയ്തത്? ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നെ അടിക്കുന്നു, അദ്ദേഹത്തിനെ അടിക്കാൻ നിങ്ങളാരാ? ഉടനെ പ്രതി അവസാനം മിണ്ടാതെ. ഇങ്ങനെയുള്ള എത്രയോ കാഴ്ചകൾ കണ്ടവരാണ് നമ്മളൊക്കെ. പക്ഷെ നിങ്ങൾക്കത് കാണാൻ പറ്റിയിട്ടില്ല. കാരണം കേരളത്തിൻ്റെ സ്ഥിതിഗതി കുറച്ച് മാറിയിട്ടുണ്ട്. ഇങ്ങോട്ട് അടിച്ചാൽ എന്നാ പിന്നെ ഒന്ന് കാണാം, ഒന്നും കൂടി അടിച്ചു നോക്ക് എന്ന് പറയുന്ന ഭാര്യമാരാണ് ഇപ്പോൾ കേരളത്തിൽ നല്ലൊരു ശതമാനം. ഒരടി കൊണ്ടു കഴിഞ്ഞാൽ ഞാൻ ക്ഷമിക്കാം, പക്ഷേ ഇനി രണ്ടാമതൊന്ന് തന്നു നോക്ക്. അത് നമ്മൾ ജയ ജയ ജയഹോ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അത് കണ്ടിട്ട് ചിരിക്കാത്തവരാരും കൊണ്ടോ? ചിരിക്കാൻ മാത്രം. പക്ഷെ ഇപ്പോഴും നമ്മൾ ഏതോ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ നടക്കാത്ത നല്ല സ്വപ്നം. ഒരു വീട്ടിലും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല ഇതുവരെ കേട്ടോ. അങ്ങനെ ഇല്ല എന്ന് പറയുമ്പോൾ അന്നേരം ചിലർ പറയും പുരുഷ പീഡനം നടക്കുന്നതെന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. കാരണം ഏതോ ഒരു വീട്ടിൽ, ഏതോ ഒരു ലക്ഷം വീടുകളിൽ ഒരു വീട്ടിൽ ഭർത്താവിൻ്റെ ഉപദ്രവം സഹിക്കാതെ ഒരടി കൊടുത്തതിന് എന്താ പറയണ്ടേ, ഭാര്യയല്ലേ അവിടെ ഭർത്താവിനെ അടിക്കുന്ന ഭാര്യ. അങ്ങനെ ഇല്ല. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, വീട്ടിനകത്തും ഉണ്ട്, വീട്ടിന് പുറത്തുമുണ്ട്, തൊഴിലെടുക്കുന്ന സ്ഥലങ്ങളിലുമുണ്ട്, ഓഫീസുകളിലുമുണ്ട്, വയലേലകളിലുമുണ്ട്, മറ്റേ സ്ഥലങ്ങളിലുമുണ്ട്. സ്ത്രീ ആണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രം അനുഭവിക്കേണ്ടി വരുന്നതാണിത്. തൊഴിലാളികൾ മുതലാളിത്ത വ്യവസ്ഥയിൽ ചൂഷണത്തിന് വിധേയരാണ്. അതൊരു തത്വം തന്നെയാണല്ലേ. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും അധികം ചൂഷണത്തിന് വിധേയരാവുന്നവരാണ് തൊഴിലാളികൾ. തൊഴിലാളികളിൽ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുമുണ്ട്. ഈ പുരുഷന്മാരും സ്ത്രീകളും ചൂഷണത്തിന് വിധേയരാകുന്നുണ്ട്. അവർക്ക് കിട്ടേണ്ടുന്ന കൂലി കൊടുക്കുന്നില്ല, അവർക്ക് കൊടുക്കേണ്ടുന്ന ആനുകൂല്യം കൊടുക്കുന്നില്ല, കൊള്ള ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇത് ചൂഷണമാണ്. എന്നാൽ ഏതൊരു മനുഷ്യനും ഒരു രാജ്യത്ത് ആ രാജ്യത്തുള്ള പൗരനാണ്. സ്ത്രീയും പുരുഷനും പൗരന്മാരാണ്, സ്ത്രീയും പുരുഷനും തൊഴിലാളിയാണ്. എന്നാൽ ഇത്തരത്തിൽ ചൂഷണത്തിന് ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ ഏകാധിപത്യ മനോഭാവം വെച്ചു പുലർത്തുന്ന ഒരു ഫാസിസ്റ്റ് ശൈലിയിൽ ഭരണം നടത്തുന്ന ഭരണകൂടത്തിൽ പൗരന്മാർ ഏറ്റവും ക്രൂരമായ ആക്രമണത്തിന് വിധേയരാവുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾ നേരിടേണ്ടി വരുന്ന അതിക്രമം ചെറിയതാണോ? ഭരിക്കുന്ന ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാർക്കെതിരെ പ്രസംഗിച്ചു പോയാൽ വെടിവെച്ച് കൊന്നുകളയും. അതും നമ്മുടെ രാജ്യത്ത് കണ്ടു. എങ്ങനെയാ ഗൗരി ലങ്കേഷ്കർ വെടിയേറ്റ് കൊലയപ്പെട്ടത്? ബാംഗ്ലൂരിലെ തൻ്റെ സ്വന്തം വസതിയിലേക്ക് കയറിപ്പോകുമ്പോൾ ഗൗരി ലങ്കേഷ്കർ എന്ന സാഹിത്യകാരി, പ്രഭാഷക, ഒരു വലിയ വിമർശകയായിട്ടുള്ള ഒരു പത്രമാധ്യമ പ്രവർത്തക എങ്ങനെയാണ് വെടിയേറ്റ് കൊലയപ്പെട്ടത്? രാജ്യം ഭരിക്കുന്ന വർഗീയ മനോഭാവം വെച്ചു പുലർത്തുന്ന BJP ഗവൺമെന്റിന്റെ തെറ്റായ പോക്കിനെ വിമർശിച്ചു എന്ന കാരണം കൊണ്ടാണ്. അപ്പോൾ സാഹിത്യകാരന്മാർ, സാംസ്കാരിക നായകന്മാർ, ഭരിക്കുന്ന ഗവൺമെന്റിന്റെ കൊള്ളരുതായ്മക്കെതിരെ വിമർശിക്കുന്നവരെല്ലാം ആക്രമണത്തിന് വിധേയരാവുന്നുണ്ട്. പക്ഷേ മതന്യൂനപക്ഷത്തിൽപ്പെട്ടവരാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവിടെയും ആക്രമണത്തിന് വിധേയരാവുന്നുണ്ട്. അവിടെ പുരുഷനും സ്ത്രീയും വിധേയരാവുന്നുണ്ട്. ഇതൊക്കെ ആണെങ്കിലും പുരുഷനായി പോയി എന്ന കാരണം കൊണ്ട് ആക്രമണത്തിന് വിധേയരായി എന്നുള്ളതല്ല. അത് വേറൊരു തരത്തിലുള്ള ആക്രമണമാണ്. പക്ഷെ സ്ത്രീ
ആണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ലിംഗപരമായി ലൈംഗികാക്രമണത്തിനും അതിക്രമത്തിനും വിധേയരാകുന്ന സ്ത്രീയാണ്. പൗരനാണ്, തൊഴിലാളിയാണ്, അതാണ് ഇതാണ് എല്ലാം ഒന്നാണ്. പക്ഷേ സ്ത്രീ ആണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഒറ്റക്ക് വഴിപോകുന്ന സന്ദർഭത്തിൽ അവരെ സ്വാതന്ത്ര്യത്തോടെ നടന്നു പോകട്ടെ എന്നല്ല ഒരു കശ്മലംഗിയെ തീരുമാനിക്കുന്നത്. കിട്ടിപ്പോയൊരു സന്ദർഭം ഒറ്റക്ക് കിട്ടി, എന്നാൽ പിന്നെ ഇവളെ ഒന്ന് കൈകാര്യം ചെയ്തിട്ട് കാര്യം എന്നുള്ള മനസ്സാണ് ഒരു പക്ഷേ ഒരു 10,000-ത്തിലോ അല്ലെങ്കിൽ 1,00,000-ത്തിലോ ഒരാൾക്കായിരിക്കാം. പക്ഷെ എങ്കിലും ആ മനുഷ്യന് തോന്നുന്നത് എന്താ? സ്ത്രീയെ കീഴ്പ്പെടുത്താം, സ്ത്രീയെ തൻ്റെ അധീനതയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ബലാത്കാരമായിട്ട് അവർക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആ സ്ത്രീയോട് ചെയ്യാൻ, താന്തോന്നിത്തം കാണിക്കാൻ, തോന്നിവാസം കാണിക്കാൻ, റൗഡിത്തരം കാണിക്കാൻ, ഗുണ്ടായിസം കാണിക്കാൻ, അത് ക്രിമിനലിസമാണ്, ക്രിമിനൽ കുറ്റമാണ്. റേപ്പ് അതിഭീകരമായ ഒരു ക്രിമിനൽ കുറ്റമാണ്. പക്ഷെ ഈ ക്രിമിനൽ കുറ്റത്തിന് തക്ക ശിക്ഷയൊക്കെ ഉണ്ട് എന്ന് വരികയാണെങ്കിൽ പോലും നമ്മുടെ രാജ്യത്തിനകത്ത് സ്ത്രീകൾ മാത്രമല്ല, ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും ആക്രമണത്തിന് വിധേയരാകുന്നു. പെൺകുട്ടിയായി പോയി എന്നുള്ളത് കൊണ്ടാണ്. എന്നിട്ട് കൊല ചെയ്യുന്നു. ഇപ്പൊ നിയമം കർക്കശമാകുമ്പോൾ കുറച്ചുകൂടി അത് വിനയായി. റേപ്പ് ചെയ്യുകയും എന്നിട്ട് കൊല ചെയ്യുകയും ചെയ്യുക. ഈ സംഭവം നമ്മുടെ രാജ്യത്ത് പലയിടങ്ങളിലായിട്ട്, മഹാരാഷ്ട്രയിൽ ഈ കഴിഞ്ഞ 2 ആഴ്ച മുൻപ് നഴ്സറി ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികളെ, അവിടെയുള്ള ഒരു BJP ലീഡറുടെ ഒരു സ്കൂളാണ്, അവിടെ ഇവരെല്ലാം കുട്ടികളെ വളരെ ഭീകരമായിട്ട് ഉപദ്രവിച്ചു. അത് മനസ്സിലാക്കി രക്ഷാകർത്താക്കൾ എല്ലാവരും കൂടി ചേർന്ന് ഇവരെ ഇത് മാറ്റണം, ഈ സ്കൂൾ പൂട്ടണം എന്നൊക്കെ പറഞ്ഞ് കലാപം ഉണ്ടായി. പക്ഷെ അവിടുത്തെ ഗവൺമെന്റ് അവരെ രക്ഷിക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ അതിനേക്കാളും മേറെ കലാപമായപ്പോഴാണ് അത് അടച്ചുപൂട്ടാൻ വേണ്ടി തീരുമാനിച്ചത്. ഇത് ചെറിയ കുഞ്ഞുങ്ങളുടെ കാര്യമാണ്. ഇന്ത്യക്കകത്ത് അനുദിനം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി സ്ത്രീകളോടുള്ള ഈ സമീപനം പൊതുവേ തന്നെ, അത് വീട്ടിന് പുറത്തായാലും തൊഴിലിടങ്ങളിലായാലും സഞ്ചരിക്കുമ്പോഴായാലും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കടുത്ത അന്യായവും അനീതിയും ആണെന്ന് മാത്രമല്ല, അത് നിഷ്ഠൂരത നിറഞ്ഞ കൃത്യവുമാണ്. എന്നാൽ ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്താ? തൊഴിലിടങ്ങളിൽ സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്? പൊതുവേ തന്നെ സ്ത്രീകളോടുള്ള ഈ സമീപനം. ഒരു കാലത്ത് സ്ത്രീ എഴുതാനും വായിക്കാനും പോലും അറിയാത്തവരായിരുന്നു. നിങ്ങളുടെ ഇപ്പോ അമ്മൂമ്മമാരടക്കം എല്ലാവരും പഠിച്ചവരായിരിക്കും. പക്ഷെ അതിന്റെ അപ്പുറത്തുള്ള 4 തലമുറക്കപ്പുറത്ത് നിങ്ങളുടെ പരിശോധിച്ചാൽ, അമ്മയുടെ അമ്മ പരിശോധിച്ചാൽ അവരൊന്നും സ്കൂളിൽ പോയിട്ടുണ്ടാവില്ല. പെൺകുട്ടികൾ സ്കൂളിൽ പോകേണ്ട കാര്യമില്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരു സമൂഹമാണ് കേരളീയ സമൂഹം. നിങ്ങൾക്കൊന്നും അത് അറിയില്ല. ആൺകുട്ടികൾ മാത്രം പഠിച്ചാൽ മതി, പെൺകുട്ടികൾ പഠിക്കേണ്ടതില്ല, പഠിച്ചാൽ തന്നെ 4-ാം ക്ലാസ് വരെ പോയാൽ മതി എന്ന് മാത്രം. കാരണം അവരൊക്കെ വേറൊരു വീട്ടിൽ പോയി മറ്റുള്ളവരുടെ ഒന്നിച്ച് കഴിയേണ്ടവരാണ്. പെൺകുട്ടികളെ പറ്റി പറയുന്നത് കേട്ടിട്ടുണ്ടാവും. ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കാൻ പ്രായമായപ്പോൾ എൻ്റെ മോന് വേഗത്തിൽ കല്യാണം കഴിപ്പിക്കണം. എന്താണെന്ന് വെച്ചാൽ വീട്ടിലിപ്പം പശുവിനെ നോക്കാനും വീട്ടിൽ ഭക്ഷണം വെക്കാനും ആളില്ല. അപ്പോൾ വീട്ടിലെ പണിയെടുക്കാൻ, വീട്ടിലുള്ള ജോലിയെല്ലാം ചെയ്യാൻ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്ന രീതിയിലായിരുന്നു. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എത്രയോ ഞാൻ കേട്ടിട്ടുണ്ട്. വീട്ടിലാളില്ലെങ്കിൽ വേഗം മോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം, എന്നാൽ പിന്നെ വീട്ടിലാളായല്ലോ പണിയെടുക്കാൻ എന്നുള്ളത്. കാലം മാറി, കേരളത്തിൻ്റെ കാലം പിന്നെ സ്ഥിതികൾ ഒക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് പഠിക്കാൻ പോലും അവസരം നിഷേധിക്കപ്പെട്ട ഈ കേരളീയ സമൂഹത്തിൽ, ഞാൻ അതാണ് പറയുന്നത്, ഇന്ന് ലോകത്തിന്റെ മുൻപിൽ വികസിത രാഷ്ട്രങ്ങളോടൊപ്പം എത്തി നിൽക്കുന്ന ഈ കേരളീയ സമൂഹത്തിൽ 57-ന് മുൻപ് സഖാ VMS ആദ്യമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരുന്നതിന് മുൻപ് കേരളത്തിന്റെ ചിത്രം അതിവിചിത്രമായിരുന്നു. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, തൊട്ടടുത്തിരിക്കാൻ പറ്റൂല, എല്ലാവർക്കും പഠിക്കാൻ അവസരമില്ല, പഠിക്കാൻ അവസരമുള്ളവർ അപ്പർ മിഡിൽ ക്ലാസ് ഉള്ളവരും സവർണ മേധാവികളുടെയും മക്കൾ മാത്രം. അങ്ങനെ കഷ്ടപ്പെട്ട് കുടിയാന്മാരും മടിയാന്മാരുമായി ജീവിച്ചു വന്നിരുന്ന ആ കാലത്ത് അനുഭവിച്ച
തിരുവായ്ക്ക് എതിർവായില്ല. അവര് പറഞ്ഞാൽ ഒരക്ഷരം ഏതെങ്കിലും ജന്മി പറഞ്ഞ വാക്കിന് എന്താ ഞാൻ ജോലി ചെയ്യുന്നില്ലേ, നിങ്ങൾക്ക് കൂലി തന്നൂടെ എന്നൊരു വാക്ക് ചോദിച്ചാൽ അപ്പൊ തല ചളിക്കുണ്ടിലായിരിക്കും, ചവിട്ടി ഉരുട്ടിക്കളയും, വെടിവെച്ച് കളയും. അതല്ലെങ്കിൽ അംഗരക്ഷകരെ വിട്ട് ക്രൂരമായി മർദ്ദിച്ച് കൊന്നുകളയും. ഒരു രക്ഷയില്ല. സ്ത്രീകൾക്ക് മാറുമറക്കാൻ പോലും, പാവപ്പെട്ട സ്ത്രീകൾക്ക് ഒരു തോർത്തുമുണ്ടെടുത്തതിന് മേലെ മാറുമറക്കാൻ പോലും അവകാശമില്ലാത്ത ഒരു കാലഘട്ടം, തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം, ജാതിഭ്രാന്ത്, മതഭ്രാന്ത് എല്ലാം ഉണ്ടായിരുന്ന ഒരു കേരളം. ഈ രാജ്യത്ത് മറ്റ് സ്റ്റേറ്റുകളിലുള്ളതിനേക്കാൾ ജാതീയമായും മതപരമായും മറ്റു തരത്തിലുമുള്ള ഈ അന്യായം കയ്യാളിയായി ഈ കേരളീയ സമൂഹത്തെ നോക്കി വളരെ വളരെ ലോകമറിയുന്ന വലിയൊരു പണ്ഡിതൻ, നിങ്ങൾക്കെല്ലാം അറിയാം, ലോകം മുഴുവൻ സഞ്ചരിച്ചു, ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു. കേരളത്തിൽ എത്തിയപ്പോ കേരളത്തെക്കുറിച്ച് എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത്? സ്വാമി വിവേകാനന്ദൻ, ഇതെന്താണ്, ഭ്രാന്താലയമാണോ? അദ്ദേഹത്തിന്റെ നാക്കുകൊണ്ട് അങ്ങനെ പറയാൻ ഇടയായിട്ടുണ്ടെങ്കിൽ അന്നത്തെ കേരളത്തിന്റെ സ്ഥിതി എന്തായിരിക്കും എന്ന് നിങ്ങൾ ആലോചിക്കുക. ആ കേരളത്തെ മാറ്റിമറിച്ച് ഉഴുത് നവോത്ഥാന നായകന്മാരും കർഷക പ്രസ്ഥാനത്തിന്റെ അമരക്കാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാം കൂടി ചേർന്ന് പിന്നീട് അധികാരത്തിൽ വന്നപ്പോൾ സുചിന്തിതമായ തീരുമാനങ്ങൾ എടുത്തു. ആ സുചിന്തിതമായ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ഇതായിരുന്നു: ഈ കേരളത്തിനകത്ത് നാടുവാഴിത്തവും ഭൂപ്രഭുത്വവും ജന്മിത്വവും അവസാനിപ്പിക്കണം. എല്ലാവർക്കും കയറിക്കിടക്കാനുള്ള ഒരു 10 സെന്റ് പാർപ്പിടമുണ്ടാക്കാൻ ഒരു 10 സെന്റ് ഭൂമി വേണം. മുഴുവൻ കുട്ടികളും, അന്ന് LKGയും UKGയും അംഗൻവാടിയൊന്നും ഇല്ല, പക്ഷെ 5 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും പള്ളിക്കൂടങ്ങളിലേക്ക് എത്തണം, 1-ാം ക്ലാസ്സിൽ ചേർക്കണം. അങ്ങനെയുള്ള പരിഷ്കാരം, 2 പ്രധാനപ്പെട്ട നിയമം, കാർഷിക ഭൂപരിഷ്കരണം, വിദ്യാഭ്യാസ പരിഷ്കരണം, എല്ലാ പഞ്ചായത്തുകളിലും ആശുപത്രി. ഇതായിരുന്നു അന്നത്തെ ഗവൺമെന്റിന്റെ മുഖ്യമായിട്ടുള്ള ചുമതല. 57 അധികാരത്തിൽ വന്ന ഗവൺമെന്റാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് കോളേജ് കഴിഞ്ഞതിന് ശേഷം പിന്നൊരു മെഡിക്കൽ കോളേജ് തുടങ്ങിയത്. 57 ഗവൺമെന്റ് ഡോക്ടർ AR മേനോൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നപ്പോ കോഴിക്കോട്, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ഗവൺമെന്റ് വന്നിട്ട് പിറ്റത്തെ കൊല്ലം തന്നെ വേറൊരു മെഡിക്കൽ കോളേജ് ആശുപത്രി വേണമെന്ന് തീരുമാനിച്ച് കോഴിക്കോട് തുടങ്ങിയത്. അവിടെ കാണാം ഡോക്ടർ AR മേനോൻ 57. നമുക്കെല്ലാം കേൾക്കുമ്പോൾ ഒരു ആവേശം തോന്നിപ്പോകും. അന്നത്തെ ഗവൺമെന്റ് ആതുര ശുശ്രൂഷ രംഗത്ത് ജനങ്ങൾക്ക് ആവശ്യമായ സേവനം നൽകാൻ പ്രതിബദ്ധതയോടെ ഇടപെട്ടു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അതുപോലെ അന്നത്തെ ഗവൺമെന്റ്, ജോസഫ് മുണ്ടശ്ശേരി സാർ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, അങ്ങ് വടക്കോട്ട് കോളേജുകളില്ല. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ നിങ്ങൾ ഈ അടുത്ത കാലത്ത് മാത്രമാണ് കുറച്ചൊക്കെ ഇങ്ങോട്ട് ഒരു പഞ്ചായത്തിൽ ഒരു കോളേജ് ഉണ്ടാകുന്ന കോളേജാണ് ഇങ്ങോട്ട്, പക്ഷെ അങ്ങോട്ട് കോളേജില്ല. കാസർഗോഡ് എന്ന് പറയുന്ന അന്ന് അവിഭക്ത കണ്ണൂർ ജില്ലയുടെ ഭാഗമായിരുന്നു. കാസർഗോഡ് പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ആ ഫൗണ്ടേഷൻ സ്റ്റോണിൽ നിങ്ങൾക്ക് കാണാം കോമ്രേഡ് EMS നമ്പൂതിരിപ്പാട്. ഫൗണ്ടേഷൻ സ്റ്റോൺ ലേഡ് ബൈ കോമ്രേഡ് EMS നമ്പൂതിരിപ്പാട്. ഞാനിത് പറയുന്നത് എന്തിനാണെന്നറിയോ? കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യരംഗത്ത്, ഒപ്പം സാമൂഹ്യക്ഷേമ രംഗത്ത് വളരെ ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയതിന്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള മാറ്റം അവിടുന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയ മാറ്റം ഓരോ ഘട്ടമായിട്ട് കേരളത്തിൽ പുതിയ പുതിയ ചലനങ്ങൾ സൃഷ്ടിച്ചു. പെൺകുട്ടികൾ പഠിക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, പെൺകുട്ടികൾക്ക് ജോലിയെടുക്കാൻ പറ്റുന്ന മേഖല വളരെ കുറച്ച് മേഖലയുണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം സ്കൂളിലെ അധ്യാപിക, ഇനി പിന്നെ കുറച്ച് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് ക്ലർക്കുമാരും കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഓഫീസിലൊക്കെ PSC എഴുതി അങ്ങനെ വന്നു. എഞ്ചിനീയർമാരൊന്നും വന്നുണ്ടായിരുന്നില്ല കേട്ടോ. 57 മാത്രമല്ല, ഞാൻ സ്കൂളിൽ ടീച്ചർ ആകുമ്പോൾ തന്നെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം 10, 40, 50 ആൺകുട്ടികളുണ്ടെങ്കിൽ ഒരു 3, 4 പെൺകുട്ടികൾ മാത്രമേ എഞ്ചിനീയറിംഗിന് ഉണ്ടായിരുന്നുള്ളൂ. MBBSനും അത്രേ ഉണ്ടായിരുന്നുള്ളൂ. കാലം മാറി, സ്ഥിതിഗതികൾ മാറി. ഇന്ന് മിക്കവാറും പ്രൊഫഷണൽ കോളേജുകളിൽ ഉൾപ്പെടെ 50-50 അല്ലെങ്കിൽ റെഗുലർ കോളേജുകളിൽ 80-20 ആൺകുട്ടികൾ 20%, പെൺകുട്ടികൾ 80%.
ഈ സ്ഥിതിഗതിയിലേക്ക് മാറിയെന്ന് മാത്രമല്ല, പഠിക്കാനും തൊഴിലെടുക്കാനും തൊഴിൽ മേഖല തേടി ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും സഞ്ചരിക്കാനും പറ്റുന്ന രീതിയിൽ നമ്മുടെ പെൺകുട്ടികൾ മാറി. ഇന്ന് ഞാൻ അന്ന് റഷ്യ ഉക്രൈൻ യുദ്ധം വന്നപ്പോഴാണ് നമ്മുടെ കുട്ടികൾ ചൈനയിലും റഷ്യയിലും മാത്രമല്ല, ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ചൈനയിലും റഷ്യയിലും പോയിട്ട് പഠിച്ചവരായിരുന്നു MBBS കഴിഞ്ഞ് വന്നിരുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് റഷ്യ ഉക്രൈൻ യുദ്ധം വന്നപ്പോൾ നമ്മുടെ കേരളത്തിലെ രക്ഷാകർത്താക്കളെല്ലാം വളരെ വിഷമിച്ചു. കാരണം ഏകദേശം 10-20,000-ഓളം കുട്ടികൾ, അതിൽ മഹാഭൂരിപക്ഷം പെൺകുട്ടികൾ മെഡിസിൻ പഠിക്കാൻ വേണ്ടി ഉക്രൈനിൽ പോയിരിക്കുന്നു. ഉക്രൈൻ എവിടെയാ? ഒരു കാലത്ത് 1 കിലോമീറ്റർ ദൂരം ഒറ്റക്ക് പെൺകുട്ടികളെ സഞ്ചരിക്കാൻ അനുവദിക്കാത്ത രക്ഷാകർത്താക്കൾ ഇന്ന് തൻ്റെ കുട്ടികളെ, വിദ്യാഭ്യാസമുള്ള ഒരമ്മ, എനിക്കോ പഠിച്ച് ജോലി ചെയ്യാൻ പറ്റിയിട്ടില്ല, മോള് പഠിച്ചിട്ട് വരട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. പെൺകുട്ടികൾ പഠിക്കട്ടെ എന്നുള്ള രീതിയിൽ. അപ്പൊ പഠിച്ച് വരുമ്പോൾ എല്ലാവരും തൊഴിലെടുക്കണം. ഏതൊരു പെൺകുട്ടിയും ഇന്ന് പറയുന്നത് കേൾക്കാം കേരളത്തിൽ. പണ്ട് 9 വയസ്സ്, 11 വയസ്സ്, 10 വയസ്സ്, 11, 12, 13 ഇങ്ങനെയൊക്കെയാണ് വിവാഹപ്രായം. അത് കഴിഞ്ഞ് 15 പിന്നെ നിയമപ്രകാരം 18. ഈ കഴിഞ്ഞ പാർലമെന്റിൽ അത് 21 മാറ്റിയപ്പോൾ കേരളത്തിലെ അമ്മമാരെല്ലാം വളരെ സന്തോഷിച്ചു. കാരണം ഇപ്പോഴത്തെ പെൺകുട്ടികളോട് ആരോട് പറഞ്ഞാലും അവര് വിവാഹം കഴിക്കാൻ തയ്യാറല്ല. പഠിച്ച് ജോലിയാവട്ടെ, ജോലിയായാൽ ഞാൻ പറയും. ഇപ്പൊ അതിനുള്ള ഒരു തൻ്റെതായിട്ടുള്ള ഒരു നിലപാട് പറയാനുള്ള ഇച്ഛാശക്തിയുള്ള പെൺകുട്ടികളായിട്ടത് വളരുന്നതാണ്. അച്ഛനമ്മമാരോട് നിങ്ങൾ അവിടെ ക്ഷമയോടെ ഇരിക്കും. ഞാൻ എൻ്റെ പരീക്ഷ പാസ്സായിട്ട് ഒരു ജോലിയും കിട്ടിക്കഴിഞ്ഞാൽ പറയും, അപ്പോഴും കല്യാണത്തെക്കുറിച്ച് ആലോചിക്കാം. ഇപ്പോൾ ചോദിക്കും, ഇനി നീ ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ അത് പറയാ, ഇങ്ങനെയൊക്കെ പറയും. കണ്ടുപിടിച്ചിട്ടൊന്നുമല്ല, കണ്ടുപിടിച്ചാലും കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും എൻ്റെ സമയമാകുമ്പം പറയുമെന്ന് പറയാനുള്ള ഒരു ത്രാണി ഇന്ന് നമ്മുടെ കേരളത്തിലെ പെൺകുട്ടികൾക്കുണ്ട്, ആൺകുട്ടികളെ പോലെ തന്നെ. പണ്ടാണെങ്കിലോ പറഞ്ഞാൽ അതുപോലെ ചെയ്തവണ്ണം കാരണവന്മാർ നിശ്ചയിച്ചാൽ അത് ചന്തയിൽ വിൽക്കുന്ന പോലെയാണ്. ചോദ്യവും ഇല്ല, പറച്ചലും ഇല്ല, കാണലും ഇല്ല, ഒന്നുമില്ല, പിടിച്ചങ്ങ് കൊണ്ടുപോകും. അതാണ്. ഇന്ന് അതല്ല, ഇന്ന് മാറി. അപ്പൊ തൊഴിൽ എന്ന് പറയുന്നത് ഒരു പുരുഷനെ പോലെ തന്നെ സ്ത്രീക്കും ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ്. കാരണം സാമ്പത്തിക സുരക്ഷിതത്വം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണെന്ന് തിരിച്ചറിഞ്ഞ സ്ത്രീകൾ അവർക്കൊരു തൊഴിൽ കൂടിയേ തീരൂ എന്നുള്ളത് അവരങ്ങ് നിശ്ചയിക്കുകയാണ്. തൊഴിലില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഏത് സമയത്തും അവർക്ക് ജീവിതത്തിൽ ചില വെല്ലുവിളികളെ നേരിടാം. ആ വെല്ലുവിളികളെ അതിജീവിക്കാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, അത് തൊഴിലാണ്. തൊഴിലിലൂടെയുള്ള വരുമാനമാണ്. അത് നല്ല ജോലി വേണം, അത് നന്നായി പഠിക്കണം എന്നെല്ലാം ഉള്ള ചിന്ത. 21 വയസ്സായി എന്ന് പറഞ്ഞപ്പോൾ എല്ലാ അമ്മമാർക്കും വളരെ സന്തോഷമായിരുന്നു. ഇപ്പം 30 പെൺകുട്ടികൾക്കൊക്കെ തമാശക്കാണ്. 30-35 വയസ്സിലായാലും കല്യാണം കഴിക്കാണ്ട് വരുമ്പോൾ കല്യാണം കഴിക്കാണ്ട് നിൽക്കുന്ന പെൺകുട്ടികളുണ്ട്. അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആൺകുട്ടികൾക്ക് ചെറുപ്പക്കാർക്ക് യുവതികളെ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. കല്യാണം കഴിക്കാൻ പോയാൽ പെൺകുട്ടികളില്ല. പെൺകുട്ടികൾ എല്ലാവരും വളരെ എൻഗേജ്ഡാണ്. ആണുങ്ങളിപ്പം പ്രത്യേകിച്ചും 6 വയസ്സിന് താഴെയുള്ള, കുറച്ച് കൊല്ലമായിട്ട് 6 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ എണ്ണം കുറവും ആൺകുട്ടികളുടെ എണ്ണം കൂടുതലും വന്നതോടുകൂടി കുറച്ചിപ്പോ ഈ അടുത്ത കാലത്തുള്ള ചെറുപ്പത്തിൽ നിങ്ങൾ പേടിക്കണ്ട, ഇവിടെ ഇരിക്കുന്നവർ ഭയപ്പെടണ്ട, കുറച്ചുകൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചേക്കും. അതായത് ആൺകുട്ടികൾ ഒരു നിവൃത്തിയില്ല. പിന്നെ പെൺകുട്ടിയാണെങ്കിൽ ഭയങ്കര മിടുക്കിയായിട്ട് പഠിച്ച് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് സമാനമായ ഒരു നിലയിലുള്ള ഒരാളെ കിട്ടാൻ വിഷമം. പിന്നെ ഡിഗ്രിയൊക്കെ കഷ്ടിമുറ്റി പാസ്സായി, അല്ലെങ്കിൽ PG കഴിഞ്ഞു എന്ന് പറഞ്ഞില്ല, അവൾ PhD ആയിരിക്കും. PhDക്ക് സമാനമായിട്ടൊരു PhD കിട്ടണമെങ്കിൽ അതും ബുദ്ധിമുട്ട്. പിന്നെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രായോഗിക പ്രശ്നങ്ങൾ ഇപ്പൊ നമ്മുടെ ഈ കേരളീയ സമൂഹത്തിൽ നമുക്ക് കാണാം. ഇങ്ങനെയുള്ള കുട്ടികൾ പോലും വിദ്യാഭ്യാസമുള്ള, അത് പ്രൊഫഷണലായിട്ടുള്ളവർ ജോലിയെടുക്കാൻ പോകുന്ന മേഖലയിൽ അവരോടുള്ള സമീപനം വളരെ വളരെ പ്രതിഷേധാർഹമായിട്ടുള്ള സമീപനമാണ്. എത്ര ഉയർന്ന നിലയിലെത്തിയാലും അവരോട് അവിടുത്തെ ഓഫീസർ, ഒരുപക്ഷെ ഇവളത്രയൊന്നും പഠിത്തമൊന്നും ഉണ്ടാവണമെന്നൊന്നുമില്ല, പക്ഷെ ഓഫീസറായി സീനിയറാണ്, പക്ഷേ പെരുമാറ്റം ഒരു സ്ത്രീയോ ആകെ വന്നാൽ ചെമ്മീൻ തുള്ളിയാ മുട്ടോളം, ഏറെ തുള്ളിയാ ചട്ടിയിൽ, നീ എന്തായാലും ഒരു പെണ്ണെന്നെയല്ലേ, നീ അധികം എങ്ങനെ നിഗളിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന്
അതായത് ഏകദേശം സമാനമായിട്ടുള്ള ഒരു നിലയാണെങ്കിൽ പോലും പുരുഷന്മാരുടെ സമീപനം സ്ത്രീയോട് ഒരു രണ്ടാംകിടയാണ്. അത് എല്ലാവരും എന്ന് അർത്ഥാക്കരുത്. സമൂഹത്തിന്റെ അത് അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ഈ സമൂഹത്തിൽ കേരളത്തിൽ പോലും ഇതാണ് എങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിലെ സ്ഥിതി എന്താണ്? ഒരധികാരവുമില്ല, പുഴുക്കളെ പോലെയാണ്. ഞാൻ കാണുന്നുണ്ടല്ലോ, ഞാൻ മഹിളാ അസോസിയേഷന്റെ നാഷണൽ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഈ കഴിഞ്ഞ 1.5 കൊല്ലത്തിനിടയിൽ 18 സ്റ്റേറ്റുകളിൽ ഞാൻ പോയി. UP, ബീഹാർ, ഒറീസ, മധ്യപ്രദേശ്, എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പോയി. അവിടങ്ങളിലെല്ലാം നമ്മൾ ചില മീറ്റിംഗ് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം നമ്മൾ പോകുമ്പോഴല്ലേ അവിടുത്തെ സ്ഥിതി മനസ്സിലാക്കുന്ന, സ്ത്രീകളുടെ സ്ഥിതി. പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ഒരാൾക്ക് ആ പഞ്ചായത്ത് ഓഫീസിലെ കസേരയിൽ ഇരിക്കാൻ പോലും അർഹതയില്ലാത്ത സ്ഥിതിയാണ് ബീഹാറിലും മറ്റും. അവരെ ഒരു മാസം കഴിയുമ്പോൾ ഒപ്പിട്ട് കൊടുത്താൽ മതി, ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ അവിടെ പുരുഷന്മാരുണ്ട്. കേരളത്തിൽ അത് നടക്കൂല. ആദ്യമൊക്കെ ഒന്ന് ചിലർ ശ്രമിച്ചു നോക്കിയിരുന്നു, ഒരു മേധാവിത്വം കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ അല്ലേ. പക്ഷെ ഇപ്പം അത് മാറി. 50-50 എന്ന് പറഞ്ഞാൽ 50 അല്ല, സ്ത്രീകൾ ഏകദേശം 57 വരും. വളരെ സുപ്രധാനമായ നിയമമാണ് VS അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി നമ്മൾ നടപ്പിലാക്കിയത്. വളരെ പ്രത്യേകതയുള്ള നിയമമാണ്. 50-50 കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ബ്ലോക്ക് ജില്ല ഇതിന് കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷേ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഒരു 17 സീറ്റുള്ള പഞ്ചായത്താണെന്ന് കരുതിക്കോളൂ, എങ്ങനെയാ 50-50 അപ്പം? അപ്പൊ എന്ത് തന്നെ ആയാലും ഒന്നവിടെ ബാക്കി വരൂലേ? അപ്പോ എത്രയോ കാലമായിട്ട് സ്ത്രീകൾ ഈ രംഗത്തില്ലാത്തത് കൊണ്ട് അന്നത്തെ LDF ഗവൺമെന്റ് തീരുമാനിച്ചു ഒന്നധികം വരുന്നത് സ്ത്രീകൾക്ക് കൊടുക്കാം. അപ്പൊ 17 അംഗസംഖ്യയുള്ളെങ്കിൽ നമുക്ക് കണ്ണും ചിമ്മി പറയാം ആകെ എത്രയാണ്, 9ഉം 8ഉം. മാത്രമല്ല വേറെയുണ്ട്, വീണ്ടും സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഭേദഗതിയുണ്ട്. അത് 17 സീറ്റിലാണ്. 8 സീറ്റിലെ പുരുഷൻ എന്ന് പറഞ്ഞാൽ 8 സീറ്റ് പിന്നെ അവർ മത്സരിച്ചോണമെന്നില്ല. സ്ത്രീകളെ ജനറൽ സീറ്റിൽ മത്സരിപ്പിക്കാം, സ്ത്രീകൾക്ക് എല്ലാ സീറ്റിലും മത്സരിക്കാം. അപ്പോഴത്തേക്ക് ചിലപ്പോൾ ജനറൽ സീറ്റിൽ ഒരു 2 സീറ്റിൽ മത്സരിച്ചാൽ വീണ്ടും പുരുഷന്മാരുടെ എണ്ണം കുറഞ്ഞു. അങ്ങനെ എല്ലാം കൂടി ഇപ്പോൾ 57% സ്ത്രീകളും ബാക്കി 43% പുരുഷന്മാരെ ഇപ്പോൾ ഉള്ളൂ. ഇനിയിപ്പം പണ്ടാരോ പറഞ്ഞ മാതിരി പുരുഷ പീഡനം എന്ന് പറഞ്ഞ സമരം തുടങ്ങിയതുപോലെ പുരുഷന്മാരുടെ അവകാശം ഹരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞൊരു സമരം ഉണ്ടായാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ ഈ സ്ത്രീകൾ ഉയർന്ന വിദ്യാഭ്യാസം തേടി രംഗത്ത് വരുന്നു, കലാരംഗത്ത് വരുന്നു, സാഹിത്യ രംഗത്ത് വരുന്നു, സാംസ്കാരിക രംഗത്ത് വരുന്നു, അക്കാദമിക രംഗത്ത് വരുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തൊഴിൽ മേഖലയിൽ, സാധാരണ പാടത്തും പറമ്പത്തും കൺസ്ട്രക്ഷൻ മേഖലയിലുമുള്ള ഇവരോടെല്ലാമുള്ള ഈ തൊഴിൽ മേഖലയിൽ അത് ഉയർന്ന ചീഫ് സെക്രട്ടറിന്റെ മുകളിൽ വേറെ ആളില്ല, എത്ര ഉയർന്ന ക്യാബിനറ്റ് സെക്രട്ടറി അല്ലെങ്കിൽ വേറൊരു അതിന്റെ മുകളിൽ ആളില്ലെങ്കിലും പോലും അതൊന്ന് കൺട്രോൾ ചെയ്യാൻ അതിന്റെ തൊട്ട് താഴെയുള്ളവർ ശ്രമിക്കും. എന്നാൽ ഓഫീസർ പുരുഷനും സമാനമായ രീതിയിൽ സ്ത്രീകളും ആ മേഖലയിൽ വരുമ്പോൾ എന്തെങ്കിലും പറയുന്നതിനനുസരിച്ച് ചെയ്യുന്നില്ലെങ്കിൽ വലിയ തോതിലുള്ള മാനസിക പീഡനം അനുഭവിക്കേണ്ടി വരുന്ന സ്ത്രീകളുണ്ട്. ഇനി അതല്ല എങ്കിൽ മോശമായ ഒരു പെരുമാറ്റം ഒരു സ്ത്രീയോട് തൊഴിലിടങ്ങളിൽ അവിടെ ജോലി ചെയ്യുന്ന ഉത്തരവാദപ്പെട്ട ഒരാളുടെ ഭാഗത്തുണ്ടായാൽ അതിന് എതിർത്ത് പോയാൽ, കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല, എതിർത്ത് പോയാൽ പിന്നെ ആ ഗ്രഡ്ജ് വെച്ച് ഇവളോട് ആയുഷ്കാലം അവിടെ ഉള്ളിടത്തോളം കാലം വളരെ വളരെ മോശമായിട്ടും വളരെ പരിഹസിച്ചിട്ടും അധിക്ഷേപിച്ചിട്ടും കൂടുതൽ ജോലിയെടുപ്പിച്ചിട്ടും പീഡിപ്പിക്കുന്ന സ്ഥിതി നമ്മുടെ കേരളീയ സമൂഹത്തിൽ ലോകത്തിന്റെ മുൻപിൽ വികസിത രാഷ്ട്രങ്ങളോടൊപ്പം എത്തി നിൽക്കുന്ന സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ അളവുകോൽ മുന്നിൽ നിൽക്കുന്ന ഈ കേരളത്തിൽ പോലും സ്ത്രീയെ ഒരു താറ്റിക്കെട്ടി 2ാം കിടക്കാരിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാം വളരെ മെച്ചമാണെന്ന് തോന്നും, പക്ഷേ യഥാർത്ഥത്തിൽ പലയിടങ്ങളിലും മെച്ചമല്ല. ഈ വസ്തുതയും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പോഷ് ആക്ട് വന്നത്. അതായത് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്ന വിവേചനവും ലൈംഗിക പീഡനവും അവസാനിപ്പിക്കുന്നതിന് കഴിയത്തക്ക വിധത്തിലുള്ള നിയമം നിർമ്മിച്ച് ഈ രാജ്യത്ത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞെങ്കിലും അതൊന്നും യഥാർത്ഥത്തിൽ ഇവിടെ യേശുന്നില്ല. ഒരു പരാതി കൊടുക്കാൻ സ്ത്രീക്ക് കഴിയണമെങ്കിൽ ഒരവസരം ഉണ്ടായിരുന്നില്ല ഈ ആക്ട് വരുന്നവരെ. ഇപ്പോ പരാതി കൊടുക്കാൻ ഒരു ഇന്റേണൽ കമ്മിറ്റി ഉണ്ട്. ആ ഇന്റേണൽ കമ്മിറ്റി തന്നെ ഈ അടുത്ത കാലത്താണ് ഒരു 10 സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ
അവിടെ ഒരു ഇന്റേണൽ കമ്മിറ്റി വേണം, പുറത്തുനിന്നുള്ള ഒരു സ്ത്രീ ഉൾപ്പെടെയുള്ള ഒരു ഇന്റേണൽ കമ്മിറ്റി. അത് പഠിക്കുന്ന കോളേജ് കുട്ടികളുടെ കോളേജിൽ വേണം, സ്റ്റാഫിൽ വേണം, ഇതൊക്കെ വേണം. ഈ ഇന്റേണൽ കമ്മിറ്റി കേവലം ഒരു റബ്ബർ സ്റ്റാമ്പ് പോലെയാണ്. കമ്മിറ്റി ഉണ്ടോ? ഉണ്ട്. അത് പ്രവർത്തിക്കുന്നുണ്ടോ? അങ്ങനെ പ്രവർത്തിക്കുന്നില്ല. പരാതിയൊന്നുമില്ല. എന്നാൽ പരാതികൾ ധാരാളം ഉണ്ട് താനും. പരാതി കൊടുത്തുപോയാലോ? കൊടുത്തുപോയവരായി പിന്നെ പ്രതി. ഈ രൂപത്തിൽ നിയമം തന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് സ്ത്രീകളുടെ സഹായത്തിന് എത്താത്ത വിധത്തിൽ കാര്യങ്ങൾ പോകുന്നു. ഇന്ന് കേരളത്തിലെ പുരുഷന്മാരോടൊപ്പം തന്നെ സ്ത്രീകളും ജോലി ചെയ്യുന്ന, അത് പോലീസ്, ഫയർഫോഴ്സിലൊക്കെ ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ എൻ്റെ ഒക്കെ കുട്ടിക്കാലത്ത് കണ്ടക്ടറും ഡ്രൈവറൊന്നുമില്ല ബസ്സിൽ. ഇപ്പൊ KSRTC ബസ്സിൽ ആയിരക്കണക്കിന് കണ്ടക്ടർമാരും ആയിരക്കണക്കിന് ഡ്രൈവർമാരുമാണ്. എൻ്റെ കുട്ടിക്കാലത്താണെങ്കിൽ അത്ഭുതമാണ്. അങ്ങനെ ഡ്രൈവർ ആയിട്ട് ഒരു സ്ത്രീയെ സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ ഇന്ന് KSRTC മാത്രമല്ല, ഒരു ദിവസം ഞാൻ പിന്നെ ഏതോ ഒരു വീഡിയോയിൽ കണ്ടു, സൗദി ഗൾഫ് നാടുകളിൽ വലിയ ഈ ഡീസൽ ടാങ്കർ എന്ന് പറഞ്ഞാൽ നീളമുള്ളതായിരിക്കുമല്ലോ, അത് ഓടിക്കുന്ന ഒരു ചെറുപ്പക്കാരി, അത് കയറി ഇരിക്കുന്നതും ഓടിക്കുന്നതെല്ലായിട്ടുള്ള ഒരു എന്ന് പറഞ്ഞാൽ ഏത് ജോലിയും, ഏത് കഠിനമായ ജോലിയും ചെയ്യാനുള്ള മനസ്സ് സ്ത്രീക്കുണ്ട്. അത് സ്ത്രീക്ക് സാധിക്കുകയും ചെയ്യും. അതിനനുസരിച്ച് ഇന്ന് ഇന്ത്യൻ ആർമിയിലും അതിൽ എയർഫോഴ്സിലും ഇപ്പൊ കടല് രണ്ടുപേര് പായ്ക്കപ്പലിൽ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം വന്നതാണ്. 2 ചെറുപ്പക്കാരികൾ എത്രയോ കിലോമീറ്റർ അകലെ, എത്ര ദിവസം, 6 മാസം ഈ ആഴക്കടലിലേക്ക് കൂടി പോകാൻ 2 ചെറുപ്പക്കാരികൾ തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ പറയുന്നത്, ഈ സമൂഹത്തിൽ ലിംഗഭേദമില്ലാതെ എല്ലാവർക്കും കഴിവുണ്ട്. ചിലപ്പോൾ ഫിസിക്കലായിട്ടുള്ള ചില സ്റ്റാമിന അതുപോലെ വ്യത്യാസം ഉണ്ടെങ്കിലും ബുദ്ധിപരമായും അല്ലെങ്കിൽ അധ്വാനിക്കുന്ന മേഖലയിലും സ്ത്രീകൾക്ക് കഴിവുണ്ട്. ആ കഴിവ് ഉപയോഗിച്ച് സ്ത്രീ ജോലി ചെയ്യുമ്പോൾ മനസമാധാനത്തോടുകൂടി ജോലി ചെയ്യാൻ അനുവദിക്കാത്ത കുറേയേറെ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. ചില നല്ലതായിരിക്കും, പക്ഷെ അപൂർവം സ്ഥലങ്ങളിൽ സ്ത്രീക്ക് മനസമാധാനത്തോട് ജോലി ചെയ്യാൻ അനുവദിക്കില്ല. കാരണം അവരെ മോശമായ വിധത്തിൽ വെറുതെ ഓഫീസിൽ അദ്ദേഹത്തിന്റെ മുൻപിൽ, ഒരു ഓഫീസറുടെ മുൻപിൽ ഒരു ഫയലുമായി കൊണ്ടുപോയാൽ വെറുതെ വന്ന് കയ്യിൽ കൈ വെക്കുക എന്നത് മാത്രമല്ല, ഒരു നോക്ക്, ഒരു സ്പർശനം സ്ത്രീക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത് നല്ല നിഷ്കളങ്കതയോടു കൂടിയാണോ അത് ദുരുദ്ദേശത്തോടു കൂടിയാണോ? ദുരുദ്ദേശത്തോടു കൂടിയാണെന്നുള്ളതിന് കണ്ട് നീരസം പ്രകടിപ്പിച്ചാൽ അത് മതി ഓഫീസർക്ക് പ്രശ്നം ഉണ്ടാവാൻ. അപ്പൊ ഇതെല്ലാം തന്നെ സ്ത്രീയോടുള്ള കാഴ്ചപ്പാട്, സ്ത്രീ സമൂഹത്തോടുള്ള നിലപാട്, ആദ്യം അതുകൊണ്ട് മൈൻഡ് സെറ്റ് മാറ്റണം എന്നുള്ളതാണ്. തൊഴിലിടങ്ങളിലായാലും മറ്റിടങ്ങളിലായാലും വീടുകളിലായാലും സ്ത്രീ ആണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവളുടെ മേലെ തൻ്റെ ആണധികാരം ഉപയോഗിക്കാം എന്നുള്ള ആ മൈൻഡ് സെറ്റ് മാറ്റി, നമ്മളെല്ലാം ഇപ്പൊ ആൺകുട്ടികളും സുഹൃത്തുക്കളാണ്. അവരുടെ സുഹൃത്ത് ബന്ധം അവര് വളരെ എൻജോയ് ചെയ്യുന്നു. അതുപോലെ ആൺകുട്ടികളും പെൺകുട്ടികളും ഏറ്റവും നല്ല സുഹൃത്തുക്കളായിട്ട് ഉള്ളവരുണ്ട്. അല്ല, ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും അടുത്ത് സുഹൃത്ത് ബന്ധം സ്ഥാപിച്ചു കണ്ടുപോയാൽ അവർ തമ്മിലുള്ള ബന്ധം മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അത് നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ. ഇത്രയും യാഥാസ്ഥിതികത്വമുള്ള, ഇത്രയേറെ അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് ഇന്ത്യയിൽ വേറെ കാണാൻ പറ്റില്ല. അത്ര മോശമാണ് കേരളത്തിന്റെ. കാരണം പറഞ്ഞ കഥകൾ, സ്റ്റോറി ഉണ്ടാക്കാൻ, സ്റ്റോറികൾ, പെൺകുട്ടിയെ കുറിച്ച് പൊതുപ്രവർത്തന രംഗത്ത് ഇറങ്ങിപ്പോയോ, അതൊരു തൊഴിലായിട്ടോ അല്ലെങ്കിൽ പൊതുപ്രവർത്തന രാഷ്ട്രീയം, രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിയെടുക്കുന്ന രാഷ്ട്രീയ രംഗത്ത് പൊതുപ്രവർത്തന രംഗത്തുള്ള സ്ത്രീകൾ ഉണ്ടാകും. അത്തരം സ്ത്രീകൾക്കെതിരായി എത്രയും പെട്ടെന്ന് അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുക, ഏറ്റവും മോശമായ ലൈംഗിക അപസർപ്പക കഥകൾ ഉണ്ടാക്കുക, ഇതൊക്കെ ഒരു ഹോബിയായിട്ട് നടക്കുന്നവരുണ്ട്. ചാനലുകളുണ്ട്, സോഷ്യൽ മീഡിയയിലുണ്ട്. അതെല്ലാം കേട്ട് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ദുർബല മനസ്സുള്ളവര്. ഇത് പെൺകുട്ടികളെ എന്തും പറയാം, അവർക്കെതിരെ കഥയുണ്ടാക്കാം, അവർക്കെതിരെ വളരെ മോശമായ രീതിയിൽ പ്രചരിപ്പിക്കാം എന്നെല്ലാമുള്ള ചിന്തയുള്ളവരുണ്ട്. വഴിയെ നടന്നു പോകുന്ന ഒരു പെൺകുട്ടിയെ ഒരു തെറ്റും ചെയ്യാതെ വളരെ കാം ക്വയറ്റായിട്ട് നടന്നു പോകുന്ന കുട്ടിയെ പരിഹസിച്ചും ലൈംഗിക ചേഷ്ടകൾ കാണിച്ചും, അതൊക്കെ ഒരുതരം ഞരമ്പ് രോഗം എന്നല്ലാണ്ട് വേറൊന്നും പറയാൻ പറ്റില്ലല്ലോ.
കുറച്ച് ആളുകളാണ് അതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സമൂഹത്തെ ആകെ കളങ്കിതമാക്കാൻ ഒരാൾ മതി. എന്തെല്ലാം വൃത്തികേടുകളാണ് ഒരു സ്ത്രീ ആയിപ്പോയി എന്നുള്ളത് കൊണ്ട് ഇതെല്ലാം അനുഭവിക്കേണ്ടി വരും. അല്ലെങ്കിൽ തന്നെയും കേരളീയ സമൂഹത്തിലും ഇന്ത്യയിലെ സമൂഹത്തിലും ആകെയും സ്ത്രീ ഒരു രണ്ടാം കിടക്കാരിയായിട്ടാണ് കാണപ്പെടുന്നത്. അതിന്റെ കാരണം കൊണ്ട് പരമ്പരാഗതമായി തുടർന്നു പോരുന്ന ഈ അടിമത്ത മനോഭാവം സ്ത്രീക്കും, എന്നാൽ അതിൽ നിന്ന് കരകയറാൻ കഴിയണമെന്നുള്ള ചിന്തയോട് വന്നു കഴിഞ്ഞാൽ അതിനെതിരെ പുരുഷന്മാരും അവരെ ഇരുത്താനാണ് യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നത്. ഇത്തരമൊരു സന്ദർഭത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം സിനിമാ മേഖലയിലെ നമ്മുടെ സഹോദരിമാർ നേരിടുന്ന പ്രശ്നങ്ങളാണ്. അവര് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഏറ്റവും അധികം പീഡനം നേരിടേണ്ടി വന്നു എന്നുള്ളത് മാത്രമല്ല, ഒരു പ്രത്യേക സംഭവത്തെ തുടർന്ന് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളത്തിലെ ഗവൺമെന്റ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ, ഇത് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ ജസ്റ്റിസ് ഹേമയെ നിശ്ചയിച്ചു. ആ ഹേമ കമ്മിറ്റിയുടെ മുൻപിൽ സിനിമാ മേഖലയിലുള്ള നിരവധി സഹോദരിമാർ, ചെറുപ്പക്കാരികൾ ഉൾപ്പെടെ അവരുടെ പ്രയാസങ്ങളും വേദനയും പറഞ്ഞു. അത് ശരിയാണ്. നിങ്ങളെല്ലാം എന്റെയൊക്കെ 10-50 വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ ഈ സിനിമാ മേഖലയിൽ, സിനിമാ രംഗത്ത് എങ്ങനെയാണെന്നറിയോ പത്രങ്ങളിൽ വരിക? 2 പേര്, നായകനും നായികയും ഈക്വലാണ് അന്ന് സിനിമാ രംഗത്ത്. ഇപ്പം സത്യൻ, ഷീല, അത് കഴിഞ്ഞിട്ട് സഹനടൻ വരുള്ളൂ ആണുങ്ങൾ. ഈ സത്യൻ, ഷീല, അതിൽ പ്രേംനസീർ, ശാരദ എന്നാലുള്ളത് ഒരു നായകനും ഒരു നായികയും, ചിലപ്പോൾ നായികയായിരിക്കും മുന്നിൽ. അങ്ങനെ എത്രയോ കണ്ടിട്ട് പത്രങ്ങളിലാണെന്ന് വരിക സിനിമ എന്തൊക്കെയാണെന്നുള്ളതിൽ നോക്കിയിട്ട് അതിൽ എഴുതിയിരുന്ന അങ്ങനെ ഉണ്ടാവുക. ഇപ്പോൾ ഒരു നായികമാരില്ലേ ഇല്ല. ഈ അടുത്ത കാലത്ത് കുറച്ച് നായികമാരെ കണ്ടിട്ടുണ്ട്. മുൻപ് കുറേ നായികമാർ, അപ്രധാനമായിട്ടുള്ള കുറേ ആളുകൾ, അവർക്കൊരു വിലയും കൽപ്പിക്കില്ല. ഒരു 2-3 പേര് മാത്രം പ്രധാനപ്പെട്ട ആളുകൾ സിനിമയിൽ. ഇപ്പൊ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ഈ സന്ദർഭത്തിലാണ് ഒരു പെൺകുട്ടിക്കുണ്ടായിട്ടുള്ള അത്യന്തം ഹീനമായ ആക്രമണം ഉണ്ടായത്. ഇതിനെ തുടർന്നാണ് ഹേമ കമ്മിറ്റി വെച്ചത്. ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നങ്ങൾ ഉയർന്നു. ഇപ്പൊ പലരും പരാതി വരുന്നു. ഗവൺമെന്റ് പറഞ്ഞു ആര് പരാതി തന്നാലും അത് അന്വേഷിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, മറ്റുള്ളവരെ ഏതെങ്കിലും വിധത്തിൽ വിരോധം തോന്നിയിട്ട് ശത്രുവായി കണ്ടിട്ടുള്ള പരാതിയാണെങ്കിൽ ആ പരാതി തന്നവർക്കും ശിക്ഷ നേരിടേണ്ടി വരും. ഏതെങ്കിലും ഒരു സ്ത്രീ തനിക്കുള്ള വിരോധം തീർക്കാൻ വേണ്ടി ഒരാൾക്ക് നേരെ കള്ളത്തരം പറയുന്നുണ്ടെങ്കിൽ അതും തെറ്റാണ്. അപ്പോ ഇതൊരു തൊഴിൽ മേഖലയാണ്. ഈ തൊഴിൽ മേഖലയിൽ സിനിമാ മേഖല എന്ന് പറയുന്നത് സിനിമ മേഖല മാത്രമൊന്നുമല്ല കേട്ടോ. ഇതുപോലുള്ള ധാരാളം മേഖലകൾ, ഏറ്റവും കടുത്ത ചൂഷണം, ലൈംഗിക പീഡനത്തിന് വിധേയരാകുന്ന മേഖലയുണ്ട്. അത്തരം മേഖലയിൽപ്പെട്ടവർക്ക് പരാതി പറയാനുള്ള അവകാശമുണ്ട്. അതിനുള്ള ഇന്റേണൽ കമ്മിറ്റിയുണ്ട്. ആ ഇന്റേണൽ കമ്മിറ്റി ഫലപ്രദമായിട്ട് കോളേജിനകത്ത്, സർവകലാശാലകളിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്, തൊഴിലിടങ്ങളിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ പല നിയമങ്ങളും, സ്ത്രീധന നിരോധന നിയമം ഉൾപ്പെടെ ഈ കേരളത്തിൽ പോലും വളരെ ഫലപ്രദമായിട്ട് സ്ത്രീയുടെ സംരക്ഷണത്തിനാണെന്ന് പറയുമെന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അത് ഫലപ്രദമായിട്ട് വിനിയോഗിക്കപ്പെടുന്നില്ല. ഞാൻ പലപ്പോഴും ആലോചിച്ചു പോയിട്ടുണ്ട്, എന്തിനാണ് ഈ സ്ത്രീധനം? പലപ്പോഴും സ്ത്രീ വിവാഹം ചെയ്താൽ വരന്റെ, മഹാഭൂരിപക്ഷം സമുദായങ്ങളിലും വരന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. പിന്നെ അവിടെ എത്തിയാൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണെങ്കിൽ അവരുടെ ശമ്പളവും അവരുടെ അധ്വാനവും എല്ലാം അവിടെയാണ്. സ്വാഭാവികമായി ഒരു ഔചിത്യപൂർവ്വം ചിന്തിക്കുകയാണെങ്കിൽ ചെയ്യേണ്ടിയിരിക്കുന്നത്, നിങ്ങളുടെ മകളെ നിങ്ങൾ ഇത്രയും കാലം പഠിപ്പിച്ചു, ജോലിയാക്കി, വലിയൊരു ചെലവായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ കല്യാണം കഴിച്ച് കൊണ്ടുപോകുകയല്ലേ, അതുകൊണ്ട് ഒരു 10 ലക്ഷം രൂപ നിങ്ങൾക്ക് ഇരിക്കട്ടെ എന്ന് പണമുള്ളവൻ ഔട്ട് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ അതിൻ്റെ ന്യായം. ഇതെന്തൊരു അന്യായമാണ്. സ്ത്രീയെയും വേണം, എന്നിട്ട് സ്ത്രീ ധനവും വേണം. നമ്മൾ കണ്ടില്ലേ ഉത്തര കൊല്ലത്ത് ഒരു പാമ്പ് കടിച്ചിട്ട് മരിച്ച് ഉത്ര അല്ലേ? എന്തൊരു ഭീകരമാണോ ദൈവമേ! അതെല്ലാം കാണുമ്പോൾ ഒരു ആയുർവേദ ഡോക്ടറെ എങ്ങനെയാണ് വന്നത്? ഓരോ സംഭവം വെറും സ്ത്രീധനത്തിന്റെ പേരിൽ. അപ്പൊ സ്ത്രീക്ക് ഒരു വിലയുമില്ല എന്നുള്ള നിലയാണ്. അവർ ജോലി എടുത്താലും ഒരു വിലയുമില്ല. അപ്പൊ ഇത് സമൂഹത്തിൽ സ്ത്രീയുടെ സ്റ്റാറ്റസ് ഉയർത്താൻ കേരളത്തിൽ കഴിയും. അതിൽ ഏറ്റവും ആദ്യം ചിന്തിക്കേണ്ടത് നമ്മുടെ പെൺകുട്ടികൾ തന്നെയാണ്. ഒപ്പം മൈൻഡ് സെറ്റ് മാറ്റേണ്ടത് പുരുഷന്മാരുമാണ്. അങ്ങനെ ഒരു ഈക്വൽ സ്റ്റാറ്റസ്, അത് ട്രാൻസ്ജെൻഡർ ആയാലും
പുരുഷന്മാരായാലും സ്ത്രീ ആയാലും ഏത് ലിംഗമായാലും ഒരു ഈക്വൽ സ്റ്റാറ്റസ് കൈവരുത്തുക. തൊഴിലിടങ്ങളിൽ പ്രത്യേകിച്ച് നടക്കുന്ന ഇത്തരം കോപ്രാട്ടിത്തരങ്ങൾ അല്ലെങ്കിൽ ഒരുതരം വൈകൃതങ്ങൾ അവസാനിപ്പിക്കാൻ നിയമത്തിന് സാധിക്കില്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന യുവതലമുറക്ക് അത് സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പണ്ടത്തേതിൽ നിന്ന് എത്രയോ മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റം ഇനിയും ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അതിന് ഉതകുന്ന വിധത്തിലുള്ള ചർച്ചകളൊക്കെ നമുക്കിവിടെ നടത്തണം. എനിക്ക് വളരെ സന്തോഷം തോന്നിയത് ഇവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. ഞാൻ പലപ്പോഴും സ്ത്രീകളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ സംസാരിക്കുന്നത് ആരോടാണെന്നറിയോ? സ്ത്രീകളോട് തന്നെ. മിക്കവാറും നമ്മള് സ്ത്രീ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി വിളിക്കുന്നവരെയാ. ഈ മുഴുവൻ വിഷമവും അനുഭവിക്കുന്ന ഈ സ്ത്രീയോട് തന്നെ നമ്മൾ എല്ലാം അവരോട് തന്നെ പറയുന്നു. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇത്രയേറെ പീഡനവും വിവേചനവും അനുഭവിക്കുന്ന സ്ത്രീകളോട് പിന്നെ അവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അവരല്ലല്ലോ ഇതിന് കുറ്റവാളികൾ. ഈ സമൂഹത്തിന്റെ പ്രത്യേകതയും ഒരുപക്ഷെ അത് സ്വയം തീരുമാനിച്ചാൽ തിരുത്താൻ പറ്റുന്നവർ പുരുഷന്മാരാണ്. അസമത്വം ഇല്ലാതാക്കാൻ, ലിംഗപരമായ അസമത്വം മാറ്റിയെടുക്കാൻ കഴിയേണ്ടത് ഈ സമൂഹത്തിന്റെ ആവശ്യമാണ്. അത് തീർച്ചയായിട്ടും അതിന് മുൻകൈയെടുക്കാൻ സാധിക്കുക, അത് ചിന്താഗതിയിൽ മാറ്റം വരുത്താൻ സാധിക്കുക പുരുഷന്മാരാണ്. ഇവിടെ പക്ഷെ ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്. നിങ്ങൾ അതുകൊണ്ട് ഇവിടെ സംഘടിപ്പിച്ചത് ഇത് സംഘടിപ്പിച്ചതാരാ? നാഷണൽ കോൺഫറൻസ് യൂണിവേഴ്സിറ്റി യൂണിയൻ അല്ലേ? യൂണിവേഴ്സിറ്റി യൂണിയൻ ആരാ ചെയർമാൻ? രാഹുൽ, അവരുടെ ടീം, രാഹുലും ടീമും. അത് തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യമാണ്. ഈ 3 ദിവസം ഇങ്ങനെ ഒരു നാഷണൽ കോൺഫറൻസ് ഇത്രയും കുട്ടികളെ ഇരുത്താൻ, നമ്മളെ ഈ സർവകലാശാലകളിൽ പഠിക്കുന്ന കുട്ടികളെ ഈ രൂപത്തിൽ, ഈ പ്രായത്തിലുള്ള കുട്ടികളെ ഈ രൂപത്തിൽ ക്ഷമയോടെ ഇരുത്തുക എന്ന് പറയുന്നത്, അതിന് നമ്മുടെ യൂണിവേഴ്സിറ്റി യൂണിയന് ഒരു നല്ല ഇച്ഛാശക്തി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു വിൽ പവർ അവർക്കുണ്ട്. അതുകൊണ്ടാണ് ഇരുത്താൻ സാധിച്ചത്. എന്ത് വിദ്യയാണ് നിങ്ങളോട് അവർ പ്രയോഗിച്ചത് എന്ന് ഞാൻ ആലോചിക്കുകയാണ്. എന്തോ ഒരു ജാലവിദ്യ നമ്മുടെ യൂണിയൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇരുന്നത്. എന്തായാലും നിങ്ങളെ ഞാൻ പ്രത്യേകം, ഈ നമ്മുടെ പാർട്ടിസിപ്പൻസിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. നമ്മുടെ ഈ ചർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയും ചെയ്യാം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യം.